കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ലെന്നാണ് വേണുഗോപാൽ പറഞ്ഞതെന്നും അതിനർത്ഥം എവിടെ നിന്നും മത്സരിക്കില്ലെന്നല്ലെന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരും തിരുവനന്തപുരത്തു നിന്നും. സജിത്ത്, മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകളിൽ എന്താണ് അർത്ഥമാക്കുന്നത്? കെ.സി. വേണുഗോപാലിലേക്ക് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിത്വം എത്തുകയാണോ? സജിത്ത്, പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് കെ.പി.സി.സി പ്രസിഡന്റ് ഭാഗത്തുനിന്നുള്ളത്. കാരണം കെ.സി. വേണുഗോപാൽ മത്സരിക്കാനില്ല എന്ന തരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു എന്ന വിലയിരുത്തൽ വന്ന ശേഷമാണ് ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റിന്റെ കൂടുതൽ വ്യക്തതയുള്ള ഒരു പ്രസ്താവന വരുന്നത്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ മത്സരിക്കാനില്ല എന്നാണ്. കെ.സി. വേണുഗോപാൽ മത്സരിച്ചത് മറ്റു മണ്ഡലങ്ങളിലേക്ക് പേര് പരിഗണിക്കും എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന. അതായത് പല പ്രധാന നേതാക്കളും മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ചോദിച്ചപ്പോഴാണ് ഈ തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ.പി.സി.സി പ്രസിഡന്റ് ഈ തരത്തിൽ പ്രതികരിച്ചത്. വയനാട് മണ്ഡലത്തിലേക്ക് തന്നെ കെ.സി. വേണുഗോപാലിനെ പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ തരത്തിലാണ് കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും തർക്കങ്ങളില്ലാതെ ഇത് പൂർത്തീകരിക്കും. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, അതിന്റേതായ ചർച്ചകൾ നടക്കാനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്തായാലും കെ.സി. വേണുഗോപാൽ മത്സര രംഗത്തുണ്ടാവും എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും മത്സരിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം എവിടെ നിന്നും മത്സരിക്കുന്നില്ല എന്നല്ല എന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ ഗൗരവതരമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. നിലവിലെ അവസ്ഥയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഏറെ നിർണായകമായ ഒരു പ്രസ്താവനയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് പല പ്രധാന നേതാക്കളും മത്സരരംഗത്ത് നിന്നും പിൻവാങ്ങുന്ന സാഹചര്യം, മത്സരിക്കാൻ സന്നദ്ധമല്ല എന്ന നിലപാട് അറിയിക്കുന്ന സാഹചര്യം, ഇത് പ്രതിസന്ധിയല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം സംസ്ഥാനത്ത് മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നില്ല എന്നല്ല അർത്ഥം എന്നതാണ് കെ.പി.സി.സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുമോ, ആ മണ്ഡലം ഏത്, ഇക്കാര്യങ്ങളൊന്നും വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാൻ കഴിയുന്നത് വയനാട് മണ്ഡലം തന്നെയാണ് കെ.സി. വേണുഗോപാലിന് വേണ്ടി ആ തരത്തിൽ ചർച്ചകൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നാളെ വൈകിട്ടോടുകൂടി കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൽ 2 ദിവസങ്ങളിലായി ഇത് സംബന്ധിച്ച ചർച്ചകൾ കേരളത്തിൽ നടക്കും. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു. അദ്ദേഹം മത്സരരംഗത്തില്ല. അത് പ്രധാന നേതാക്കൾ പലരും പിൻവാങ്ങുന്നതിൻ്റെ ഭാഗമായി അതിനെ കാണരുത്. മറിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ താൻ മത്സരരംഗത്തുണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് എന്ന ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് മത്സരരംഗത്തില്ലാത്തതെന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യവും വി.എം. സുധീറിൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. അതായത് ഇവർ രണ്ടുപേരുടെയും മത്സര രംഗത്തുണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി അധ്യക്ഷനാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടിയും വി.എം. സുധീരനും കെ.സി. വേണുഗോപാലും മത്സരിക്കുന്നില്ല എന്ന തരത്തിലേക്ക് വിധി എഴുതാൻ വരട്ടെ എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഇവർ മത്സരിക്കുമെന്ന സൂചന തന്നെയാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകളിലുള്ളത്. കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം മറ്റൊരിടത്തു നിന്നും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നല്ല എന്ന് മുല്ലപ്പള്ളി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒപ്പം അദ്ദേഹം മത്സരിക്കാനില്ല എന്ന കാര്യവും മുല്ലപ്പള്ളി ഇപ്പോൾ ആവർത്തിച്ചു. തനിക്ക് അക്കാര്യത്തിൽ യാതൊരുവിധ സമ്മർദ്ദവും പാർട്ടിയിൽ നിന്നുണ്ടാകില്ല എന്ന് ഉറപ്പു തരുന്നു എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അല്പസമയം മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ഇൻപുട്ട് എഡിറ്റർ ടി.ജെ. ശ്രീലാൽ കൂടി ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീലാൽ, വളരെ നിർണായകമായ വാക്കുകളാണ് മുല്ലപ്പള്ളിയുടേത് ഈ സമയത്ത്.
കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ല, സ്ഥാനാർത്ഥികൾ ആരാണെന്ന് കൃത്യമായി ഇതുവരെ നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല, ആലപ്പുഴയിൽ മത്സരിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അശ്വതി, കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു പക്ഷേ തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന ഒരു പിഴവോ ആകാൻ തന്നെയാണ് സാധ്യത. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം അല്പം മുമ്പ് ഞാൻ കെ.സി. വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അഹമ്മദാബാദിലാണുള്ളത്. AICCയുടെ റാലി നടക്കുകയാണ് അവിടെ, പ്രവർത്തക സമിതിക്ക് ശേഷം ആ റാലിയിലാണുള്ളത്. അവിടെ ആ റാലിയിലുള്ള കെ.സി. വേണുഗോപാലിനോട് സംസാരിക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത് മുല്ലപ്പള്ളി പറഞ്ഞതല്ല ശരി, താൻ AICC നൽകിയ അധിക ചുമതല കാരണം മത്സരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്, മണ്ഡലത്തിൽ വന്നു നിന്ന് പ്രചാരണം നടത്താൻ സമയമില്ലാത്തത് കൊണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതെന്നാണ്. അതോടൊപ്പം തന്നെ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പറയുന്നു. എന്തായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് സംബന്ധിച്ച് ഒരു വ്യക്തത അദ്ദേഹം തന്നെ വരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നാണ് കെ.സി. വേണുഗോപാൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. അത് കെ.സി. വേണുഗോപാൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് തനിക്ക് മണ്ഡലത്തിൽ നിന്ന് പ്രചാരണം നടത്തി മത്സരിക്കാനുള്ള സമയം ഇപ്പോഴില്ല. AICCയുടെ ചുമതല AICCയുടെ സംഘടന ഇതിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യങ്ങൾ കൂടി പരിഗണിച്ച് നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെത്താൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ആണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് അതല്ല, അദ്ദേഹം ആലപ്പുഴ നിന്നും, അങ്ങനെയാണെങ്കിൽ അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ആലപ്പുഴയിൽ മത്സരിക്കാൻ സമയമില്ലാത്ത കെ.സി. വേണുഗോപാൽ എങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ വന്നു നിന്ന് പ്രചാരണം നടത്തി മത്സരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യാഖ്യാനവും ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം തീർച്ചയായും കെ.സി. വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിച്ചാൽ ഒരു പരാജയ ഭീതി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കും. എന്നാൽ കെ.സി. വേണുഗോപാൽ പറയുന്നത് അങ്ങനെയല്ല, തനിക്ക് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രചാരണം നടത്താനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് കെ.സി. വേണുഗോപാൽ നൽകുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീലാൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. മുല്ലപ്പള്ളി പറഞ്ഞത് മറിച്ചാണ്. കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ല എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല.